ചില സമയങ്ങളിൽ പ്രണയം ഒരു പ്രാർത്ഥന പോലെയാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡിവൈൻ മോഡിലേക്ക് പ്രണയം ചെന്നെത്തുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെന്നെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് സംഗീത ആവിഷ്കാരമോ അല്ലെങ്കിൽ സംഗീതമോ ഒക്കെ അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ ഒരു ഗാനം ഒരു ടൈംലെസ് ക്ലാസിക് ആവാനുള്ള സാധ്യത ഉറപ്പാണ്. നമ്മൾ സംസാരിക്കുന്നത് എക് ദീവാനി കി ദീവാനിയത്ത് എന്ന സിനിമയിലെ ബോൽ കഫാര എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശരിക്കും ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് ഒരു ജുഗൽ ബന്ദി ഒക്കെ എന്ന് പറയാം, സൂഫി ജുഗൽ ബന്ദി ബേസ്ഡ് ഗാനം എന്നൊക്കെ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റും. കാര്യം എന്നാൽ ഇത് കവാലി ടൈപ്പുള്ള ഗാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും കവാലി ടൈപ്പുള്ള ഗാനവും കൂടിയാണ്. ഇതിനകത്തൂടെ ഈ പ്രണയം ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് നായകൻ്റെയും നായികയുടെയും കഥാപാത്രങ്ങൾ പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പോലെ. നമ്മൾ നേരത്തെ ഹിന്ദിയിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഗാനങ്ങൾ, സവാൽ ജവാബ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പാറ്റേണിലുള്ള ഒരുപാട് ഗാനങ്ങൾ, എനിക്കൊന്ന് മലയാളത്തിലുമൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ചോദ്യവും ഉത്തരവും അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളുമുള്ള എക്സ്പ്രഷൻസൊക്കെയാണ് ഈ ഗാനം ഉടനീളം. പക്ഷേ ഇതൊരു ഡാൻസ് നമ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ പ്രേക്ഷകനിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും, അതൊരു പക്ഷേ പ്രേക്ഷകനിൽ എത്തിക്കഴിഞ്ഞ സോങ്ങാണ്. കാര്യം ഏകദേശം 100 മില്യണൊക്കെ ക്രോസ് ചെയ്ത ഗാനവും കൂടിയാണ്. അപ്പം പ്രത്യേകിച്ച് ഹർഷവർദ്ധനും സോനം ബാജ്വയൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന മൈലേജ് പാട്ടിന് ഒരുപാട് ടോപ്പിലാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ DJ ചേദാസും അതുപോലെ തന്നെ ലിജോ ജോർജുമാണ് ചേർന്നിരിക്കുന്നത്. അതുപോലെ ഗാനം ആലപിച്ചിരിക്കുന്നത് നേഹ കക്കറിനാണ്. നേഹ കക്കറിൻ്റെ വോയിസിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഒരു ഹൈ പിച്ചൊക്കെ എടുക്കുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പതറുന്ന ഒരു ഫീല് കിട്ടും. എന്നാൽ എന്നാലത് ഭയങ്കര ഒരു സ്കാറ്റേർഡ് ആണോ എന്ന് ചോദിച്ചാൽ സ്കാറ്ററിങ് ആണ്, പക്ഷേ എന്നാൽ ഭയങ്കര രസമായിട്ട് അതിനെ നമ്മളെ പിടിച്ചുയർത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫർഹാൻ സബ്രിയും കൂടിയാണ് കൂടെ ആലപിച്ചിരിക്കുന്നത്. സബ്രിയുടെ സൗണ്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സൗണ്ടാണ്. കാര്യം പിന്നെ ഇതിൻ്റെ പോയട്രി കൈകാര്യം ചെയ്തിരിക്കുന്നത് സമീർ അഞ്ചാനാണ്, പഴയ ആളാണ്. പക്ഷേ സമീറിൻ്റെ വരികളുടെ പ്രത്യേകത ഈ പറഞ്ഞ പോലെയാണ്. കാര്യം വാക്കുകൾക്ക് എപ്പോഴും ഒരു ഡിവൈനിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം കൂടുതലായി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതൊരു പ്രയർ മൂഡിലേക്കൊക്കെ ചില സമയങ്ങളിലേക്ക് ഗാനം എത്തുകയും അതുപോലെ തന്നെ അത് പ്രേക്ഷകരിലേക്കൊരു പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയമാണ്, എന്നാൽ പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെയിനുണ്ട്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലെ ഈഗോയൊക്കെ തന്നെ പൂർണ്ണമായും എടുത്തു കളയുന്ന വാക്കുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രണയമായിട്ടുള്ള ഈ പരസ്പരം നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും അതിനകത്തൂടെ ഈ പറയുന്ന ഒരുപാട് പോയിൻറ്റ്സിലേക്ക് അവർ വരുന്നത്. പിന്നെ ഇതൊരു ടൈംലെസ് ആയിട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗാന ചിത്രീകരണവും അങ്ങനെ റെമോ ഡിസൂസയാണ് ഇതിൻ്റെ കൊറിയോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡയറക്ടർ മിലൻ സവേരി ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു പരിധിക്ക് മുകളിലേക്ക് ഗാനത്തിനൊരു ഗംഭീരമായ എലവേഷൻ കൊടുക്കുന്നു. ഒരു പീരിയഡ് ഫീൽ എന്ന് ഉദ്ദേശിച്ചത് ക്ലാസിക്കൽ നമ്മൾ കണ്ടിരിക്കുന്ന പാട്ടുകളുടെ ഒരു ഫീൽ. കോറസ് സെക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്, അതും ഇതിന് നമുക്ക് ഭയങ്കര മൈലേജാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിവൈൻ ബാൻഡർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല ഇൻസ്ട്രുമെൻസുകളുടെയൊക്കെ ഭംഗി എന്ന് പറയുന്നതും അതുപോലെയാണ്. കാര്യം ഇതെങ്ങനെ നോക്കിയാലും ഒരു സൂഫി ഇഷ്ക് ജുഗൽബന്ദി ബേസ്ഡാണ്, എന്നാൽ ഒരു ടൈംലെസ് ആയിട്ട് എല്ലാ കാലത്തും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു ഗാനമാണ്. തീർച്ചയായും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് കണ്ടു നോക്കാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും. താങ്ക് യു.